നമസ്കാരം, കലിക ന്യൂസിലേക്ക് സ്വാഗതം. അറബി ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനവും അറബി ഭാഷാ ദിനാചരണവും സംഘടിപ്പിച്ചു. മൂഴി ടിപ്പു കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനവും അറബി ഭാഷാ ദിനാചരണവും പറവൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ആറ്റിങ്ങൽ ഷമീം അമാനി ഉദ്ഘാടനം ചെയ്തു. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ടെങ്കിലും ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണം ഒരു ഘട്ടത്തിലും യാതൊരു വ്യത്യാസം വരാതെ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഭാഷയാണ് അറബി. ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്ന ഒരു അക്ഷരം, അണ്ടർ എന്ന വാക്കിൽ അ എന്ന ഉച്ചാരണമാണ് യുവിനുള്ളത്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് യു ആവുകയാണ്. മനസ്സിലായില്ലേ? യൂണിറ്റി എന്ന് അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. മലയാളത്തിൽ ജായും ചായും ഒക്കെ നമ്മൾ സമാനമായി ഉച്ചരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഉച്ചാരണ രീതികളോ ശൈലികളോ ഒന്നും അറബി സ്വരാക്ഷരങ്ങളിലോ വ്യഞ്ജനാക്ഷരങ്ങളിലോ ഉണ്ടാകുന്നില്ല. വാസ്കോഡി ഗാമ സമുദ്ര സഞ്ചാരം നടത്തി ഇന്ത്യയിലെത്തുമ്പോൾ 1498 വാസ്കോഡി ഗാമയുടെ കയ്യിലുണ്ടായിരുന്നത് അറബിയിൽ നിർമ്മിച്ച ഒരു ഭൂപടമായി. അതായത് ഞാൻ ഈ അടുത്ത കാലത്തൊരു പ്രബന്ധം, ഇംഗ്ലീഷിലുള്ള ഒരു പ്രബന്ധം വായിച്ചപ്പോൾ ലോകത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടു. സൊസൈറ്റി ചെയർമാൻ മൂഴിയിൽ മുഹമ്മദ് ഷിബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനാട് ജയചന്ദ്രൻ, പനവൂർ ഹസൻ, നെടുമങ്ങാട് എം നസീർ, തോട്ടുമുക്ക് വിജയൻ, പുലിപ്പാറ യൂസഫ്, വഞ്ചിവം ഷറഫ്, പറയങ്കാവ് സലീം, ശശിധരൻ, ജെ ജയരാജ് എന്നിവർ സംസാരിച്ചു.